welcome. അവര് രണ്ടുപേരും മാത്രമല്ല, കൂടെ നമ്മുടെ ജൂനിയർ പ്രൊഡ്യൂസറും ഉണ്ട്. ജൂനിയർ പ്രൊഡ്യൂസറിന്റെ പേര് രാഹുൽ അല്ലേ? ഓക്കെ, അപ്പൊ പ്രൊഡ്യൂസേഴ്സ് സ്റ്റേജിൽ എത്തി കഴിഞ്ഞു. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും വേദിയിൽ കാണാൻ കാത്തിരുന്ന ഒരു വ്യക്തിയെയാണ്. ആക്ഷൻ സിനിമ എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു പേര്, ഒരു ജനറേഷനെ തന്നെ ആക്ഷൻ സിനിമകൾ കാണാൻ ശീലിപ്പിച്ച വ്യക്തി, മാഫിയ, ഏഴിലപ്പൻ, ദ കിങ്, കമ്മീഷണർ, നരസിംഹം, ആറാം തമ്പുരാൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച the one and only Shaji Kailas, the action hit maker. Ladies and gentlemen, please join me welcoming on stage the one and only Shaji Kailas. ഷാജി കൈലാസ് സിനിമകൾ എന്ന് പറയുന്നത് തീർച്ചയായും ഓരോ മലയാളിയുടെയും ഹരമാണ്, ഓരോ മലയാളിയുടെയും ആവേശമാണ്. നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഘോഷിച്ച് കാണുന്നത് ഷാജി കൈലാസ് സാറിന്റെ സിനിമകളാണ്. Here we have the master director Shaji Kailas on the stage. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സിനിമയുടെ റൈറ്ററിനെയാണ്. നമുക്കറിയാം എന്നും നല്ല സിനിമകൾ ജനിച്ചിട്ടുള്ളത് നല്ല കൂട്ടുകെട്ടുകളിൽ നിന്നാണ്. അത്തരത്തിൽ മലയാളത്തിലെ വളരെ ശക്തമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ട്. അപ്പൊ ഷാജി കൈലാസ് വേദിയിലുണ്ട്. ഇനി ഈ കൂട്ടുകെട്ടിലെ AK സാജൻ എന്ന നമ്മുടെ തിരക്കഥാകൃത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ള സമയമാണ്. നിറഞ്ഞ കൈയ്യടി നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. Hearty welcome to you, sir. Inviting on stage the screenplay writer of the movie Varavan. So ഈ ഒരു കയ്യടി പോലെ സത്യം പറഞ്ഞാൽ, കാരണം ഇത്രയും പേര് കാരണമാണ് വരവെന്ന ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തുന്നത്. ഒരിക്കൽ കൂടി നല്ലൊരു കയ്യടി നൽകി നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ഈ സിനിമയെ കുറിച്ച് നമുക്ക് ആദ്യം ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം. ഓക്കെ, ഡയറക്ടർ പക്ഷെ കുറച്ച് കഴിയുമ്പോ പറയണം. അപ്പൊ എല്ലാ സാജൻ സാറാണ്. അപ്പൊ AK സാജൻ സാറിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്. തീർച്ചയായും ഒരുപാട് എക്സൈറ്റഡ് ആണ് ഈ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴത്തോട്ട്. കാരണം ഒരു സൈഡിൽ ഷാജി കൈലാസ്, മറ്റേ സൈഡിൽ ജോർജ് ജോർജ്. അപ്പൊ എന്താണ് ഇത്തവണ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? പ്രത്യേകിച്ച് ഒരു അവകാശവാദങ്ങളുണ്ട്. ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നതൊക്കെ ബൈബിൾ പറഞ്ഞു. ഒരു ജോജു ചിത്രം എന്ന് പറഞ്ഞാൽ അടിയായിരുന്നു. ആ അടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി. ഒരടിയല്ല, 6 അടിയാണ് ഇപ്പോഴത്തെ കൂട്ടടിയാണ്. പിന്നെ ഷാജിക്ക് വേണ്ടി ഒരു കഥ എഴുതുന്ന ഏത് എഴുത്തുകാരനും അഭിമുഖീകരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. കാരണം കടല് പോലെ എഴുതുന്ന സിനിമ ചെയ്യുന്ന ഒരു സംവിധായകനാണ് ഷാജി. ഇനി മലയാളത്തിൽ നമ്മൾ അത്ര ഘോഷിതാർന്ന് എഴുതുമ്പോൾ എല്ലാ എഴുത്തുകാരും അഭിമുഖീകരിക്കുന്ന എന്നെ പോലെ തന്നെ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നവും ഇത് എഴുതി എങ്ങനെ വലുതാക്കുന്നു. ഷാജി എന്നോട് പറഞ്ഞത് ചോദിച്ചുകൊണ്ടൊരു ഡേറ്റ് ഉണ്ട്, നമുക്ക് കഥ വേണം, കഥ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഷാജി എന്നോട് ഒരു സിനിമയും ധ്രുവം പോലെ ഇരിക്കണം. ഞാൻ ഈ കാലത്ത് ഇനി ധ്രുവം പോലൊരു സിനിമ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കപ്പെട്ടു. പക്ഷെ ഞാൻ ആ ആശയം എടുത്തു ഒരു സിനിമ ചെയ്തു, കഥയുണ്ടോ. ഒരുപാട് സമയമെടുത്തു ഈ കഥ എഴുതാൻ. ഷാജി ഞാൻ എഴുതിയേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു വാചകമണി എനിക്ക് വിശ്വാസമില്ല. ഈ സിനിമ ഒരു സക്സസ് സെലിബ്രേഷനാണ്. കുറേ കൂടി വാചകം മണിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ സംസാരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻ്റെ ഗാനങ്ങൾ പ്രസംഗിക്കാനാണ്. ഷാജി ഓർക്കുമ്പോഴൊപ്പം തന്നെ ഞാൻ ഈ ചിത്രത്തിൽ നിർമ്മാതാക്കളെ ഓർക്കുന്നത്. അവരില്ലെങ്കിൽ സിനിമ യാഥാർത്ഥ്യമാവില്ല. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളോട് പറ്റിക്കൊണ്ടാണ് ഈ സിനിമ ചെയ്തത്. പിന്നെ ക്യാമറമാൻ ശരവണൻ, സംഗീത സംഘം CSR, ഈ സിനിമയിൽ സഹകരിച്ച ചെറിയ ടെക്നീഷ്യന്മാർ മുതൽ ഓരോ നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. എല്ലാവരെയും നന്ദിയോട് മലയാളിയില്ല, എല്ലാവരും നന്ദിയോടെ സ്നേഹിക്കുന്നു. ഇതിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ ഈ പക്കൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എഴുതി വെച്ചിരുന്നത് എന്താണോ ഷാജി അതിന് കൂടുതലാണ്, അത് നന്നായി അഭിനയിച്ചിട്ടുള്ളതാണ്. ഈ സിനിമ കാണാനുള്ള സിനിമകൾ കാണാൻ പോകുന്ന കൂടുതൽ ഞാൻ പുറത്ത് പോകാതിരിക്കുന്നില്ല. നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. താങ്ക് യു സർ. അപ്പൊ ഇനി നമുക്ക് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് ചോദിക്കാം. കാരണം ഇത്രയും വലിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? വാട്ട് മേഡ് യു മേക്ക് ദിസ് മൂവി? രണ്ടാമത്തെ സിനിമയാണ്. ഞങ്ങളുടെ ആഗ്രഹം ആക്ഷൻ വളർത്തി എൻ്റെ ഓർമ്മയിൽ വന്ന 2 പേരായിരുന്നു.
ഷാജി സാറെ പൊതുവായിട്ട് ഞാൻ സംസാരിച്ച് സാറിന് ഇഷ്ടപ്പെട്ടു ഇത് ചെയ്യാൻ സാറിനെ മീറ്റ് ചെയ്തു. സാറെ എനിക്ക് അനുകൂലമായ രീതിയിൽ നമുക്കെന്നായി ഇത് ചെയ്ത് കളയാം ഈ മനോഹരം ഏറ്റെടുക്കാൻ പോകും. അപ്പം തന്നെ എനിക്കത് മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്നത് ഇപ്പം നല്ല രീതിയിൽ അതുപോലെ നല്ല രീതിയിലാണ് സാഹചര്യങ്ങളൊക്കെ വന്നാലും അത് സാറ് തന്നെ അതൊക്കെ ഏറ്റെടുത്ത് റിലീസിങ്ങിൻ്റെ അതാത്ത രീതിയിൽ റിലീസിങ്ങാണ് റിലീസിങ്ങിൻ്റെ അവിടെ വരെ എത്തിച്ചതിൻ്റെ മുഖ്യ കാരണം സാറാണ്. അതോടൊപ്പം തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് സാധിച്ചത്. അപ്പം ഇതൊരു ഒന്നൊന്നര പരമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. അതെ, ഇതൊരു ഒന്നൊന്നര വരമായി തീരട്ടെ. എല്ലാവരും ആശംസകൾ നേരുന്നു. മലയാള സിനിമയിലെ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ലോഞ്ചിന് വേണ്ടി ഞാൻ വീണ്ടും വിളിക്കുന്നതായിരിക്കും. താങ്ക് യു. പ്ലീസ് ബി സീറ്റഡ്. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളുടെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യമാണ്. ഈ സമയം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പൊന്നാട അണിയിച്ച് ആദരിക്കാൻ ഒരുങ്ങുകയാണ്. ആദ്യം വേദിയിൽ ആദരിക്കുന്നത് മലയാളത്തിന്റെ ഇതിഹാസ സംവിധായകനെയാണ്. ചില പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരേ ഒരു മുഖമായിരിക്കും വരിക. അത്തരത്തിലുള്ള ഒരു പേരുകാരൻ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. വെറും 2 അക്ഷരം മാത്രമുള്ള ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇദ്ദേഹത്തിന്റെ മുഖം മാത്രമാണ് വരുന്നത്. അതിന്റെ കാരണം തീർച്ചയായും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളും മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസുമാണ്. And now, ladies and gentlemen, it is almost time for us to welcome him on stage. ഇതിനൊരു സ്നേഹാദരവാണ്, വരവ് ടീമിന്റെ ഒരു സ്നേഹാദരവ്. ജോഷി സാറിന് കുറച്ച് കഴിയുമ്പോൾ നല്ല അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഈ സമയം ജോഷി സാറിനെ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും പുരസ്ഥാനത്ത് കാണുന്ന മറ്റൊരു വ്യക്തിയെ ആദരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. മലയാള സിനിമ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരൻ, കുറ്റാന്വേഷണ കഥകളുടെ രാജാവ്, the creator of the CBI series, the creator of iconic characters like Sethuramaiah, CBI and Sagar Elias Jackie. ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം SN സ്വാമി സർ. നല്ലൊരു കൈയ്യടി നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വരവ് ടീമിന്റെ ആദരം SN സ്വാമി സാറിന്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി AK സാജൻ സാറിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം AK സാജൻ സാർ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് SN സ്വാമി സർ. SN സ്വാമി സാറും AK സാജൻ സാറും വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Ladies and gentlemen, വലിയൊരു കൈയ്യടി നൽകി ഏറെ ബഹുമാനത്തോടെ നമുക്ക് SN സ്വാമി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയുടെ ഒരു ഇതിഹാസമാണ് വേദിയിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നത് AK സാജൻ സാറാണ്. നേരത്തെ പറഞ്ഞതുപോലെ AK സാജൻ സാറും ഷാജി കൈലാസ് സാറും ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് SN സ്വാമി സർ. എത്ര മനോഹരമായ ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ശിഷ്യൻ ഗുരുവിന് പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. This is a sign of all our respect. SN സ്വാമി സർ, തീർച്ചയായും സാറിന് വളരെയധികം അഭിമാനവും സന്തോഷമുള്ള ഒരു സമയമാണ്. കാരണം 2 ശിഷ്യർ ഒരുമിക്കുന്ന ഒരു സിനിമ റിലീസ് ആവാൻ പോവാണ്, AK സാജൻ സാറും ഷാജി കൈലാസ് സാറും. അപ്പൊ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? ലോകത്തെ സന്തോഷം ഈ സിനിമ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അല്ലാതെ ഡിസ്കഷൻ ഷാരിയും ഷാജിനായിട്ടൊക്കെ സംസാരിച്ചത് അന്നവർ എന്നോട് പറഞ്ഞ പല സംഭവങ്ങളും എനിക്ക് തന്നെ അന്ന് വളരെ ഒരു ഇതുണ്ടാക്കിയതാണ്, സന്തോഷം ഉണ്ടാക്കിയത് പോലെ സിനിമയിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയായിരുന്നു. കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം മലയാളികൾ കാണാൻ പോകുന്ന നല്ലൊരു ആക്ഷൻ ത്രില്ലർ ഒപ്പം ഒരു നല്ലൊരു കഥയിൽ ഉൾപ്പെട്ടതാണ് വളരെ സിനിമ. എല്ലാവർക്കും സംശയമുണ്ട്. എൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാവരും നന്ദി നമസ്കാരം.
വളരെ നന്ദി സർ. സാറിന്റെ അനുഗ്രഹത്തിനും ആശംസയ്ക്കും നന്ദി. താങ്ക് യു സർ. AK സാജൻ സാർ സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സർ AK സാജൻ സാറിനെ ഞാൻ കുറച്ചു നേരം കൂടി സ്റ്റേജിൽ ഒന്ന് നിർത്തുകയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഒരു വ്യക്തിനെ കൂടി ഈ സമയം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോമി ജോസഫ്. ഈ സമയം AK സാജൻ സാറിന് ഒരു സ്നേഹ സമ്മാനം നൽകുന്നതിനായി വരമെന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോമി ജോസഫിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Presenting a token of love to the writer of the movie, AK Sajan. നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ജോമി സർ AK സാജൻ സാറിന്റെ സ്നേഹ സമ്മാനം നൽകുകയാണ്. നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് എല്ലാവർക്കും ഈ നിമിഷത്തിന്റെ ഭാഗമാവാം. ജോമി സർ പോരുത്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. വരവെന്ന് പറഞ്ഞ ചിത്രം 1.5 വർഷത്തോളം എടുത്തു ഇതൊന്ന് വരവായി വരാനായിട്ട്. സാജേട്ടൻ ഒരു ചെറിയ ത്രെഡിൽ തുടങ്ങിയതായത് അതൊരു ഗംഭീര പടമായി. അതിന് എല്ലാ സഹായങ്ങളും ഷായ് സാറാണ് ചെയ്തത്. ഷായ് സാറും ജോജി ജോർജും എല്ലാവരുടെയും സഹകരണത്തോടെ ഗംഭീര പടമായി മാറിയിരിക്കണേ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് ആശംസിക്കുന്നു. സ്വാമിയെ ഞാൻ ആദരിക്കാനുള്ള കാരണം 22ാമത്തെ വയസ്സിൽ ഞാൻ പരിചയപ്പെടുന്നു. ഞാൻ ഈ കൊച്ചിയിൽ നടക്കുന്ന ഒരു ബഹുമാനം അല്ലെങ്കിൽ യമുനത്തെ കിടക്കുന്ന കൊച്ചു പയ്യാണ്. എൻ്റെ സ്വാമിക്ക് പരിഗണിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ അന്ന് മുതൽ എൻ്റെ മനസ്സ് ഗുരുവായി എൻ്റെ തിരക്കഥ എഴുത്തിൻ്റെ ഗുരുവായി ഞാൻ കാണുന്ന സ്വാമിയാണ്. ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ സ്വാമിയുടെ അനുഗ്രഹത്തിൽ ആ വളർച്ച ഇന്നും എൻ്റെ കുടുംബങ്ങളുമായി ഞാൻ സ്വാമിയുമായുള്ള ബന്ധം അതങ്ങ് തുടരുകയാണ്. പിന്നെ ഞാൻ ഷാജി ഉണ്ണിയുണ്ട്, ജോഷിയുണ്ട്. ഇവരെ ഒന്നും മറന്നുകൊണ്ട് എനിക്കൊരു സിനിമയും ചെയ്യാൻ പറ്റില്ല. ധ്രുവപൂർ സിനിമയുടെ എഴുത്തുപുരയിൽ ഇരിക്കുമ്പോൾ ജോഷിയുടെ തന്നെ നിർദ്ദേശവും എഴുത്തിനെ കുറിച്ച് അത് ഇന്നും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നമുക്ക് ആലോചിക്കാറുണ്ട്. അപ്പം ഈ 2 പുരസ്കാരിമാരുടെ മുമ്പിൽ ഞാൻ സംസാരിക്കാൻ ഭാഗ്യം തന്ന സർവേശ്വരത്തോട് ഞാൻ പറയുന്നു. ഇവരുടെ സാന്നിധ്യമായിരിക്കും ഈ സിനിമ വൻവിജയമാകുമ്പോൾ. എല്ലാവരും ഷാജി ഉണ്ണിയോടൊപ്പം എൻ്റെ സൗഹൃദം തോൽവിട്ടാൽ എല്ലാവരോടും ഞാൻ വീണ്ടും വിളിക്കപ്പെടുന്നു. തീർച്ചയായും ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്നും സാറിന്റെ കൂടെ ഉണ്ടാവും. അടുത്തതായി വേദിയിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പ്രൊഡ്യൂസർമാരെ സ്വാഗതം ചെയ്യുകയാണ്. രജി സർ ആൻഡ് നൈസി മാം. ഇതിലേക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ ഷാജി കൈലാസ് സാറിനെ ആദരിക്കുകയാണ്. നമ്മളുടെ സൂപ്പർ താരങ്ങളായ ലാലേട്ടനെയും മമ്മൂക്കയെയും സുരേഷ് ഗോപിനെയും ഒക്കെ നമ്മൾ ഏറ്റവും സ്റ്റൈലായിട്ട് ഏറ്റവും മാസായിട്ട് കണ്ടിട്ടുള്ളത് തീർച്ചയായും ഷാജി കൈലാസ് സാറിന്റെ സിനിമകളിലാണ്. ഈ സമയം വരവെന്ന സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് പൊന്നാടെ അണിയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഷാജി കൈലാസ് സാറിനെ ആദരിക്കുകയാണ്. Ladies and gentlemen, let's have a big round of applause. നിറഞ്ഞ കൈയ്യടി നൽകി നമുക്ക് എല്ലാവർക്കും മനോഹരമായ നിമിഷത്തിന്റെ ഭാഗമാവാം. Here we are recognizing and honoring the iconic director Shaji Kailas. താങ്ക് യു സർ. നിങ്ങൾ എല്ലാവരും സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്ക് ഈ സമയം കിടക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്നിവിടെ വന്നിരിക്കുന്നത് വരവെന്ന സിനിമയുടെ മ്യൂസിക് ലോഞ്ചിന് വേണ്ടിയാണ്. സോ അതിലേക്കാണ് ഈ സമയം നമ്മൾ കിടക്കുന്നത്. ബാക്കി ഗസ്റ്റുകളെ കൂടെ ഈ സമയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AK സാജൻ സർ സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സിനിമയുടെ സംഗീതം ചെയ്തിരിക്കുന്നത് സാം CS ആണ്. ആൻഡ് ദി ലിറിസിസ്റ്റ് ഈസ് വിനായക് ശശികുമാർ. ആദ്യത്തെ ഈ പാട്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഈ പാട്ട് പാടിയിരിക്കുന്ന വ്യക്തിയെ കൂടെ വ്യക്തിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇദ്ദേഹത്തെ മലയാളികളുടെ മുന്നിൽ ഒരുപാട് ഫോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ സ്വന്തം MG ശ്രീകുമാർ സാറിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മളെല്ലാവരും വീണ്ടും കേൾക്കുന്ന ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി പാടിയിട്ടുള്ള MG ശ്രീകുമാർ സാർ. ഷാജി കൈലാസ് സാറിന്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. വരവെന്ന ഈ ചിത്രത്തിലും മനോഹരമായ ഒരു ഗാനം അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഇനി പാട്ട് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടെ ജോഷി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരവെന്ന ഷാജി കൈലാസ് ചിത്രത്തിലെ ആദ്യത്തെ പാട്ട് ജോഷി സർ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നു. നിറഞ്ഞ കൈയ്യടി നൽകി സ്വാഗതം ചെയ്യാം the hit maker, the legendary director Joshi sir.
joining the team of the Mumbai Varava on stage. ഒപ്പം ഡയറക്ടർ പി ഉണ്ണികൃഷ്ണൻ സാറിനെ കൂടെ ഈ ഒരു ലോഞ്ചിന്റെ ഭാഗമാവുന്നതിന് വേണ്ടിയില്ല വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പി ഉണ്ണികൃഷ്ണൻ സാർ, ശരിക്കും ഇവരെല്ലാവരും തമ്മിൽ വളരെ നല്ലൊരു സൗഹൃദമുണ്ട്. എ.കെ. സാജൻ സാറും ഷാജി കൈലാസ് സാറും ബി ഉണ്ണികൃഷ്ണൻ സാറും ഐക്യായിട്ട്. സോ അദ്ദേഹം കൂടി ഈ ഒരു നിമിഷത്തിന്റെ ഭാഗമാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒപ്പം സിനിമയുടെ DOP ശരവണൻ സാറിനെ കൂടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. Ladies and gentlemen, നമ്മൾ എല്ലാവരും കാത്തിരുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. With your permission, we are launching the first song from the movie Varava. Here we go. പറയാനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം. 1989 ഷാജിയുടെ ആദ്യത്തെ ഫിലിം ദി ന്യൂസ്. അതിനകത്ത് ഞാനാണ് പാടിയത്. ആ ബന്ധം തുടർന്ന് 2026 വരവ് ഈ ചിത്രത്തിലും എനിക്ക് 2 പാട്ടുണ്ട്. ഇതൊരു മെലഡി സോങ് ആണ്. മെലഡി എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ സോങ് ആണ്. പിന്നെ ആസ് യൂഷ്വൽ മുരുകന്റെ ഒരു പാട്ട് എനിക്ക് കാണുമല്ലോ. ആ മുരുകന്റെ ഒരു പാട്ടും ഉണ്ട് ഇതിനകത്ത്. അതൊരു സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. സാം CS ആണ് RDXന്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇതിന്റെ സംഗീത സംവിധായകൻ. അപ്പൊ ഇത് എന്നെ കൊണ്ട് പാടിച്ച ഷാജിക്കും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനും പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് സാജനും എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. സാധാരണഗതിയിൽ ഇതുപോലുള്ള ഒരു കുറച്ച് ഫൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു ചിത്രത്തില് ഒരു മെലഡി കിട്ടാൻ പ്രയാസമാണ്. ഇത് എനിക്ക് എൻ്റെ ഈ വർഷം കിട്ടിയ ഒരു ബ്യൂട്ടിഫുൾ മെലഡി ആയിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഈ ഹാളിൻ്റെ ഒരു മുഴക്കം ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും അതിൻ്റെ ശരിക്കുള്ള ഒരു 4 വരി ഇതിൻ്റെ ക്ലാരിറ്റിയോട് കൂടി ഞാൻ പാടാം. ലില്ലി മലരേ എന്തിനകമേ ലില്ലി മലരേ എന്തിനകമേ ഒന്നു പിടയേ കണ്ണുനരേ നെഞ്ചു മുറിയേ വിങ്ങലറിയേ ജന്മവഴികൾ വിത്തിമറയിൽ ഓ ദൂരെ പള്ളിമണിയുടെ നാദം മെല്ലെ മുഴങ്ങണ നേരം വന്നു തൊടുന്നൊരു കാറ്റായി കാലം. അങ്ങനെ പോകുന്ന ഒരു പാട്ടാണ്. ഇതിന്റെ ഒരു സുഖം അതിന്റെ വരികളും കൂടാണ്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ലില്ലി മലരെ എന്തിനകമേ, ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാനം. പിന്നെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ട് പാടിയിരിക്കുന്ന അറിയാമല്ലോ ഏതാണെന്ന്. നരസിംഹം എന്ന ചിത്രം. നിങ്ങൾ എന്താ ഒരു കണത്ത് ചെയ്യും? നിങ്ങൾ എല്ലാവരും ചൂടായേക്കേ. അപ്പൊ നിങ്ങളൊരു കയ്യടി തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് 4 വരി കൂടെ പാടാം. ഞാൻ പഠിക്കട്ടെ. ധാങ്കണക്ക ദില്ലം ദില്ലം ധാങ്കണക്ക ചണ്ടമൃതംഗം വേലക്കാവിൽ പോരക്കാവടി വേലിക്കോലടി വണ്ടിപ്പടയണി വേണം. എവിടെ കൈയടി?
ഏതാങ്കണക്ക തില്ലം തില്ലം തളങ്കണക്ക ചണ്ടമൃതങ്ങ നേരക്കാവിൽ ലൗഡ് 1 2 1 2 ആങ്കണക്ക തില്ലം തില്ലം തളങ്കണക്ക ചണ്ടമൃതങ്ങ നേരക്കാവിൽ പൂരക്കാവടി വേലി കോലടി വണ്ടി പടയണി മേളം പൂക്കാവടി മേളം ഹേ നാട്ടുകച്ചക്കളരി പുക്കട വാൾപ്പയറ്റടി പൂഴിക്കടലും ചാടിക്കെട്ടി വലം പിരിവെട്ടി ടോതിൽ കടപൊടി തലയും താളും പൂക്കടകം താളും കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യ പൂവിലുണ്ടേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യ പൂവിലുണ്ടേ സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുയ്യങ്ക തില്ലന മോഹനാമ്പ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ വെങ്കടേശ ഏതാക്കില്ല പോക്കില്ല വായില്ല കൊന്നില്ല കൊച്ചിപ്പേരന്തയ്ക്ക് തേവാരത്തിലെ തൈമാസത്തിലെ കല്യാണത്തിൽ കറുകറുടെ കറുത്ത മുത്തോടോ ജാമീൻ കൊയ്തെടുക്ക് അങ്കമട് തട്ടാഞ്ചക മാരിയമ്മൻ കുടമട് അക്കുടമട് ഏതാങ്കിണക്ക തില്ലം തില്ലം തളാങ്കിണക്ക ചണ്ടമൃതങ്ങ വേലിക്കാവിൽ കോരക്കാവടി വേലിക്കോലടി പാട്ടിപ്പടയടി വേണം ഓ കാവടി വേണം ഓ കാവടി വേണം ഓ കാവടി വേണം ജോഷിയുടെ സ്വാമി സ്നാമത്തെ സാജന്റെ ഒരുപാട് പടങ്ങളിൽ ഞാൻ പാടിയിട്ടുണ്ട്. So once again, thank you so much for giving me the opportunity for singing ഈ വരവ് എന്ന ചിത്രത്തില്. ഈ വരവ് ഒരു ഒന്നൊന്നര വരവായിരിക്കട്ടെ, സിനിമയായാലും സാമ്പത്തികമായാലും. Thank you. Thank you so much, sir, for bringing up our energy levels. നേരത്തെ energy എല്ലാം ഇപ്പോ മ്യൂസിക് പോലും ഇല്ലാതെ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണല്ലേ പാടിയത്. This is what he is, this phenomenal singer that he is. ഒരിക്കൽ കൂടി വലിയൊരു കൈ നൽകാം for the one and only MG ശ്രീകുമാർ. നമ്മുടെ ഈ ഒരു സാധനം സംഗീത സാന്ദ്രമാക്കി മാറ്റിയതിന് ഈ ഒരു സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൈന മ്യൂസിക് ആണ്. ഈ സമയം സൈന മ്യൂസിക്കിൽ നിന്ന് ആഷിഖിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Inviting Mr. Ashik from Saina Music on stage to speak a few words about the music of this movie. Saina Music നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. വരവിലെ ഒരു പാട്ട് ഞങ്ങൾ ഓൾറെഡി കേട്ടു, അതിമനോഹരമായ ഗാനം. ബാക്കി പാട്ടുകളെ കുറിച്ചൊക്കെ എന്താണ് പറയാനായിട്ടുള്ളത്? Thank you for inviting me for the event. So, കഴിഞ്ഞ 40 വർഷമായി ഇവിടെയുള്ള എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ വരവിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഞങ്ങളുടെ ഇന്റർവ്യൂ വന്നത്. There has been very good songs from MG sir and Sam CS has done the very best recently. So, all the best for this movie and the music part of it. Thank you. Thank you so much. ഈ സമയം വേദിയിലേക്ക് ഒരുപാട് മികച്ച സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സ്വാഗതം ചെയ്യുകയാണ്. സംവിധായകൻ എന്നതിലുപരി AK സാജൻ സാറിന്റെയും ഷാജി കൈലാസ് സാറിന്റെയും ഒക്കെ ഒരു അടുത്ത സുഹൃത്താണ് ഇദ്ദേഹം. നിറഞ്ഞ കൈയടി നൽകി നമുക്ക് ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഫെഫ്ക ജനറൽ സെക്രട്ടറി ആൻഡ് ഡയറക്ടർ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. നല്ലൊരു കൈയടി നൽകി തന്നെ ബി ഉണ്ണികൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അനേകം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ്. പൊതുവെ പറയുന്നത് ഈ ഡയറക്ടേഴ്സിനൊക്കെ ഒരു സിനിമയുടെ ചെറിയൊരു ഗ്ലിംസ് കാണുമ്പോൾ തന്നെ ആ ചിത്രത്തിന്റെ എസെൻസ് മനസ്സിലാവുമെന്നാണ്. ഇപ്പം വരവെന്ന സിനിമയിലെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ട് നമ്മൾ കണ്ടു. എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? നമസ്കാരം. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഷാജി സാജൻ. തീർച്ചയായിട്ടും അവരൊന്നിക്കുന്ന സിനിമ ഗംഭീരമാകുമെന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. അതുപോലെ ആ സിനിമയ്ക്ക് എല്ലാവർക്കും ആശംസകൾ. സിനിമ ഗംഭീരമാകട്ടെ. എങ്കിൽ ഇടി എന്നുള്ളത് തണ്ണിടിയായി മാറട്ടെ എന്നുള്ളത്. വാക്കുകൾക്ക് ഏറെ നന്ദി. ഇനി വരവെന്ന ഈ സിനിമയിലെ താരങ്ങളെ ഓരോരുത്തരായി
പ്രിയ താരങ്ങളെ ഓരോരുത്തരായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് അവരെ സ്റ്റേജിൽ കാണാനായിട്ടാണ്. ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് one of the most talented actresses and dancers that we have in Malayalam cinema. ഇപ്പൊ വളരെയധികം വൈറലായി വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ കൂടിയാണ്. മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ കല്യാണിയായി മാറിയിരിക്കുകയാണ്. Ladies and gentlemen, with a big round of applause, let's welcome the very young and talented actress Sania Ayyappan. നല്ലൊരു കൈ നൽകി തന്നെ സ്വാഗതം ചെയ്യാം. She is looking absolutely gorgeous in black. ട്രെയിലറിൽ നമ്മൾ സാനിയുടെ സീൻസ് കണ്ടു. അതേപോലെ പാട്ടിലാണെങ്കിലും അർജുൻ അശോകനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. So Sania, what do you have to say about this movie? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി നമ്മൾ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരാളായിരുന്നു ജ്യോതിഷാട്ടനും അർജുൻ ചാട്ടനും. അപ്പോൾ പിന്നെ ഷാജി സാറിൻ്റെ പടവും കൂടെ ആയിരുന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ. അതിൽ വളരെ ഒരു ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും കൂടെയാണ്. അത് കിട്ടുന്നതിന് ഷാജി സാറിനോട് ഒരുപാട് നന്ദി. ആൻഡ് ഒന്നുമില്ല പറയാൻ, എല്ലാവരോടും തിയേറ്ററിൽ പോയി സിനിമ കാണാം. ആൻഡ് ജൂലൈ 16 വരെയാണ്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫൈനലി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. സോ നമ്മളുടെ സൈഡിൽ നിന്നുള്ള എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് നമ്മളുടെ സിനിമ കാണാം. സോ പൊതുവേ സാനിയ എങ്ങനെയാണ്? ആക്ഷൻ സിനിമകളൊക്കെ കാണാറുണ്ടോ? ആക്ഷൻ റോൾ ചെയ്യണമെന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരു ഫുൾ ഓൺ ആക്ഷൻ റോൾ? തീർച്ചയായിട്ടും ആക്ഷൻ സിനിമകൾ, ത്രില്ലർ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് തോന്നുന്നു എല്ലാ നായകന്മാരെ പോലും എനിക്കും ആഗ്രഹമുണ്ട് ആക്ഷൻ സിനിമകൾ ചെയ്യണം എന്നുള്ളത് തന്നെ. ഇതിൽ ഞാൻ ആക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ യെസ്, ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണ്. Very, very soon. And എനിക്ക് തോന്നുന്നു സാനിയുടെ ഇപ്പോഴത്തെ ഒരു ഫിസിക്ക് കൊണ്ട് definitely you can make for a very, very good action heroine. മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ സോങ്ങിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസസ്. അപ്പം ഷൂട്ടിംഗ് ഡേയ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ എന്താണ്? ഷൂട്ടിംഗ് ഡേയ്സ് നമ്മളുടെ കൂടുതൽ മൂന്നാറിലൊക്കെ ആയിരുന്നു. മൂന്നാർ, പിന്നെ പാല, ആ സൈഡിലായിരുന്നു ഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യ സിനിമ ക്വീൻ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ട് വേണ്ടിയിട്ടായിരുന്നു. എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളത് അർജുൻ അശോകനായിട്ടാണ്. സോ ഹൗ വാസ് ദി ഹോൾ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് അർജുൻ അശോകൻ? ഉണ്ടായിരുന്നു. അർജുൻ ചേട്ടനോട് നിക്കിത ചേച്ചി, വാവ എല്ലാവരും ഉണ്ടായിരുന്നു. വാവ നല്ല അത്യാവശ്യം നല്ല കുടുംബയാണ്. അപ്പോൾ സെറ്റിൽ ഫുൾ എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. യെസ്. ഞാൻ അങ്ങനെ അർജുൻ ചേട്ടനോട് വർക്ക് ചെയ്യണ മുമ്പ് അങ്ങനെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ബിക്കോസ് ഇതിനു മുമ്പ് അമ്മയുടെ പരിപാടിക്കൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾ തൊട്ടേ ഒരുമിച്ച് ടൈംസ് ഉണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോജാട്ടെ, അതെ അർജുൻ ചേട്ടൻ. അപ്പം എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ അമ്മയ്ക്കായിരുന്നു ഭയങ്കര സന്തോഷം ഈ സിനിമ കിട്ടിയപ്പോൾ. ശരിക്കും അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അർജുനെ. സോ താങ്ക് യു സോ മച്ച് സാനിയ. ഐ തിങ്ക് നൗ I'll go ahead and invite Arjun Ashokan on stage. So ladies and gentlemen, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരം അർജുൻ അശോകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാനിയ കൂടെ സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്താണെന്നറിയില്ല, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അർജുനെ. വളരെ ലൈക്കബിൾ ആയിട്ടുള്ള, വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അർജുൻ്റെത്. അത് മാത്രമല്ല, he is definitely one of the most versatile actors of this generation. Arjun Ashokan on stage. So Arjun, ഷാജി കൈലാസ് സാറിന്റെ കൂടെ ഉള്ള രണ്ടാമത്തെ സിനിമയാണ്. പല ആക്ടേഴ്സിന്റെ ഭാഗ്യമാണ്, പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ് ഒരു സിനിമയെങ്കിലും കിട്ടണമെന്ന്. ഇവിടെ രണ്ടാമത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാജി സാർ. ഒരു വിളി അപ്പം തന്നെ ഓടി വന്നു ഇങ്ങനെ ചെയ്യാൻ. എന്തെങ്കിലും ചെറിയ പ്രശ്നമുള്ള കണ്ടാലും എനിക്ക് ഷാജി സാറായിട്ടുള്ള ബന്ധം ഒരു സിനിമ അല്ലെങ്കിൽ ആ രീതിയിലല്ല, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പൊ ഏത് റോൾ വന്നാലും ഞാൻ ഇടുന്നു. പക്ഷെ അടുത്ത പടത്തിൽ എനിക്കൊരു ഫൈറ്റ് സീൻ വേണം, അത് മാത്രമുള്ള. പിന്നെ എനിക്ക് എൻ്റെ നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ, ദീപകേട്ടൻ, അസീസ് ഖാ, പിന്നെ ഓമിച്ചേട്ടൻ, ജോജോട്ടൻ, ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ അതല്ലാണ്ട് തന്നെ ഭയങ്കര നല്ലൊരു അടിപൊളി കമ്പനികളാണ്. എനിക്ക് എൻ്റെ ഞാൻ മറക്കാത്ത കാര്യം എന്താ വെച്ചാൽ എൻ്റെ കല്യാണത്തിന് എനിക്ക് ഷർട്ട് ആ സമയത്ത്. അപ്പൊ വളരെ സന്തോഷം. പിന്നെ രാജേന്ദ്രൻ കൂടെ കുറെ പടം അങ്ങനെ എന്താ പറയണത് ആക്ച്വലി അറിയാൻ പാടില്ല. ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഒരു വരവാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതെന്താ എല്ലാവരും ഇങ്ങനെ കൊച്ചിക്കാരുടെ കൈയുടെയൊക്കെ പ്ലീസ്
ഇത്രയും പറഞ്ഞല്ലോ നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് പ്ലീസ് കുറച്ച് താങ്ക് യു. എന്തായാലും വളരെയധികം സന്തോഷം പറയാൻ പറ്റിയാലും പിന്നെ ഇത് ഞാൻ തേരാപ്പാറ നടക്കുന്ന സ്ഥലത്താണ് എനിക്ക് ഗസ്റ്റ് ആയിട്ട് ഫീൽ കിട്ടുള്ളൂ. മാക്സിമം ഇങ്ങനെ വന്നു സംസാരിച്ചു പോയി. താങ്ക് യു. താങ്ക് യു അർജുൻ. അപ്പൊ ഞങ്ങള് ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് ജോജു ചേട്ടനും സുകന്യ മാമുമായിട്ടാന്ന് തോന്നുന്നു അല്ലെ? ആക്ച്വലി സാനിയായിട്ടാണ്. അവരുടെ കൂടെ അഭിനയിച്ച അനുഭവം എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി ജൂൺ തൊട്ടുള്ള ബന്ധമാണ്. അപ്പോ അത് പറയാൻ കുറെ പിന്നെ പറയാം. ആക്ച്വലി കുറെ വലിയൊരു ബന്ധമാണ്. സുകന്യ മാമായിട്ട് എനിക്ക് ആക്ച്വലി അച്ഛൻ അമ്മ അമ്മായിമ്മ എന്നൊരു പടത്തിൽ അഭിനയിച്ചപ്പോ സുകന്യ മാമിനെ ചെറുപ്പത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിലെ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അതൊരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് ഇപ്പോഴും. പിന്നെ അതേപോലെ വിൻസി എന്ന ഈ പടത്തിൽ അടിപൊളിയാണ്. എൻജോയ് ചെയ്തു ഈ പടം ഷൂട്ട് ചെയ്യണം. താങ്ക് യു അർജുൻ ചേട്ടാ. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന വ്യക്തി നമ്മുടെ എല്ലാവരുടെയും മറ്റൊരു ഫേവറേറ്റ് ആക്ടറാണ്. ഒരുപാട് സിനിമകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ് AK സാജൻ സർ. നമ്മുടെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അദ്ദേഹം ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. സ്വാഗതം ചെയ്യാം ദീപക് പറമ്പോൾ. ഇവിടുന്ന് ഒക്കെ ചെറിയ കൈയടിയൊക്കെ വരുന്നുണ്ടല്ലേ? എനർജി കുറച്ചുകൂടെ വേണം കേട്ടോ. ഒന്നോടെ എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചപ്പോ ദീപക് പറമ്പോൾ. ദീപക് ഓൾറെഡി AK സാജൻ സർ പറഞ്ഞു അടിപൊളിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. സോ ഡെഫിനറ്റ്ലി വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ മൂവി. അപ്പൊ എന്താണ് ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ച് ഹോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിന് സന്തോഷം എന്ന് വെച്ചാൽ ഷാജി കേരസ് പടത്തിൽ അഭിനയിച്ചുകൊണ്ടുള്ളതാണ്. അത് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ സമയത്ത് ഒരു സിഗരറ്റ് സ്ലോ മോഷനിൽ കഴിക്കുന്ന ഷോട്ടിന് ഭയങ്കര സന്തോഷമുണ്ട്. സ്ലോ മോഷനിൽ കഴിക്കുന്ന സുഖമുണ്ടല്ലോ, അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം പണ്ട് നരസിംഹമൊക്കെ ഇറങ്ങിയിട്ട് അച്ഛന്റെ കാലിൽ 5 നാലോ 3 നാലോ നഖം വെട്ടിത്തരാന്നൊക്കെ ഡയലോഗൊക്കെ ആ ഫുൾ ഡയലോഗ് എനിക്ക് അറിയാറുണ്ട്. അപ്പൊ അത് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ പഠിച്ച ഡയലോഗുകൾ എനിക്ക് കുറെയൊക്കെ സിനിമയിൽ എത്തിയപ്പോൾ കുറെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. സന്തോഷം. വരവ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചെലവാണ്. അപ്പോ ഞാൻ കുറെ ഡയറക്ടേഴ്സിനെ കുറിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ജോർജ് സാറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോർജ് സാർ പരിഗണിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ചെലവാണ് വരവ് കഴിഞ്ഞ പിന്നെ. അപ്പോ വീണ്ടും വരവിനായി വെയിറ്റ് ചെയ്യുന്നു. വരവ് എന്തായാലും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാവട്ടെ. എന്നാലും എനിക്കും വരവ് വരുള്ളൂ. വരൂല്ലേ? വരും. തീർച്ചയായിട്ടും. സോ ഇവര് രണ്ടുപേരുടെയും ചെറിയൊരു വിഷമം എന്ന് പറയുന്നത് ഇവർക്ക് സിനിമയിലെ ഫൈറ്റ് സീൻ ഇല്ല എന്നുള്ളതാണ്. ദീപകിനുണ്ടോ? ഫൈറ്റ് സീനില്ല, പക്ഷെ ഫൈറ്റിൽ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അപകടം സിനിമയിൽ പറ്റിയിട്ടുണ്ട്. അത് സിനിമ റിലീസായിട്ട് പറയാം. സ്ലോ മോഷൻ കിട്ടിയല്ലേ? അത് പറയും. സ്ലോ മോഷൻ കിട്ടി, നല്ല സ്ലോ മോഷൻ. സ്ലോ മോഷൻ തന്നെ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഡബ്ബിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫോണിൽ. എന്തായാലും ആ ട്രെയിലറിൽ കണ്ട സിഗരറ്റിന്റെ സീൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നാച്ചുറൽ ആക്ടിംഗ് കൊണ്ട് നമ്മുടെ എല്ലാം മനം കവർന്ന ഒരു നടനെയാണ്. സ്വാഗതം ചെയ്യാം അസീസ് നെടുമങ്ങാട്. നല്ലൊരു കൈയടി നൽകി. ശരിക്കും നല്ലൊരു കൈയടി ഓട്ടോമാറ്റിക്കലി വന്നു. അതിനർത്ഥം അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇവിടെ. ഹാർട്ടി വെൽക്കം our beloved actor അസീസ് നെടുമങ്ങാട് on stage. ഇദ്ദേഹവും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ക്യാരക്ടറിനെ കുറിച്ചും ഈ സിനിമയെ കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നാച്ചുറൽ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പുറകെ നോക്കിയാല്, കാരണം ഞാൻ ഈ പടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷാജി സാറിന്റെ വീട്ടിൽ പണ്ട് ചാൻസ് ചോദിക്കൽ എന്ന് പറഞ്ഞാൽ വെള്ള പേപ്പറിൽ അഡ്രസ് എഴുതുക, 3 സൈസ് ഫോട്ടോ ഇങ്ങനെ 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 3 ഫോട്ടോ വെക്കണം, ഫോട്ടോ കൊടുക്കണം. ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിന്റെ വീട്ടിൽ കൊണ്ടുപോകും, 2 പ്രാവശ്യം കൊടുത്തു. എപ്പോഴും അവിടെ ഒരു ചേച്ചി പുല്ല് നനയ്ക്കാൻ വേണ്ടിയിരിക്കും. Ladies and gentlemen, നമ്മൾ എല്ലാവരും ഇത്രയും നേരം ക്ഷമയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രിയ നായകനെ സ്വാഗതം ചെയ്യാനായിട്ടുള്ള സമയമാണ്. It is time for us to welcome our hero with lots of love and a big round of applause. Let's welcome the power-packed actor, the intense actor, നമ്മുടെ സ്വന്തം ജോജു ജോർജ്. നിറഞ്ഞ കൈയ്യടി നൽകി സ്നേഹത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. The power-packed performer, the hero of the
വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരവെന്ന സിനിമയിലെ ജോജി ചേട്ടന്റെ കോ സ്റ്റാർസ് ഒക്കെ ഈ സമയം വേദിയിലേക്ക് അസിസ്റ്റന്റ് ജോജി ചേട്ടൻ എത്തി കഴിഞ്ഞു. കണ്ടിന്യൂ. അങ്ങനെ ഞാൻ 3-4 പ്രാവശ്യം സാറിന്റെ വീട്ടിൽ ഇത് കൊണ്ടു കൊടുത്തു. അപ്പൊ ചേച്ചി പറഞ്ഞു സാർ ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്, ഇതൊന്നും സാറ് കാണുന്നത് പോലില്ല. ഇത് ചില സമയത്ത് ഞാനാണ് ഇത് എടുത്ത് കളയുന്നത്. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എന്റെ മോനെ ഒന്നീ സാറിനെ നേരിട്ട് കണ്ട് ചാൻസ് വയ്ക്കണം. ഇങ്ങനെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോ സാർ നോക്കിയാലായി, ഇല്ലെങ്കിൽ സാറിന്റെ തിരക്കറിയാമല്ലോ. പക്ഷേ ഇത് ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞപ്പോ സാർ എന്നെ ഈ വരവ് എന്ന സിനിമയിൽ എന്റെ സാർ നേരിട്ടാണ് എന്നെ വിളിച്ചത്. അത് ഈ പടത്തിന്റെ ഏറ്റവും കണ്ടപ്പം ദീപക് പറഞ്ഞതുപോലെ ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഷാജി കൈലാസ് എന്ന സാറിന്റെ പടത്തിൽ ചെയ്ത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പൊ ഈ പടം ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടിയാണ് എല്ലാവരും ചെയ്തത്. ദൈവാനുഗ്രഹം കൊണ്ട് പടം വിജയിക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു കിൻഡല് ഇടി തന്നെ ആയിരിക്കും ജോജോണിന്റെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കിൻഡലിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ സമയം വീണ നായരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട റോള് ചെയ്തിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നടി വീണ നായരെ നല്ലൊരു കൈയടി നൽകി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. The very beautiful and talented actress വീണ നായർ joining us on stage. ഒരുപാട് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും നമ്മുടെ ഫേവറേറ്റ് ആയി മാറിയിരിക്കുന്ന വീണ നായർ. അപ്പൊ നിങ്ങൾ എല്ലാവരും കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണം, സെന്ററിലേക്ക് കയറി നിൽക്കണം എന്നൊരു റിക്വസ്റ്റ് നമുക്ക് മീഡിയ ടീമിന്റെ അടുത്തുനിന്ന് വന്നിട്ടുണ്ട്. സോ എല്ലാവരും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണം. വീണ ചേച്ചി, എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഷാജി സാറിന്റെ പടത്തില് അഭിനയിക്കാൻ പറ്റാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു അവസരം എനിക്ക് സാറിന്റെ മുന്നിൽ ഞാൻ പണം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോള് വന്നപ്പോൾ തന്നെ ഞാൻ ഉടനെ AK സാറിനെ വിളിച്ചത്. സാറെ ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. സാർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യം ഇതൊക്കെ അങ്ങനെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. സിനിമ തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ ഒരു അസീസൊക്കെ ഞാൻ പേരായിട്ട് അഭിനയിക്കുന്നത്. എനിക്കറിയാവുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരവൺ സാർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലെജൻഡറി ആയിട്ടുള്ള ഒത്തിരി പേരുടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറം ജോജേട്ടൻ, ഞാൻ സെക്കൻഡ് ക്ലാസ് യാത്രയിൽ ജോജേട്ടനാണ് പേരായിട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഒഫീഷ്യലാണ് കാണുന്നത്. വിളിച്ചിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും എല്ലാവരോടും ഒരേപോലെ, ആർട്ടിസ്റ്റുകളോടെല്ലാം തന്നെ ഒരേപോലെ പെരുമാറുകയും ഒരേപോലെ നല്ല കരുതലോടുകൂടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ പടം എന്തായാലും തിയേറ്ററിൽ റിലീസാവാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കിൻഡലടി ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് കിൻഡലടി എൻ്റെ കൺമുട്ടി വെച്ച് കിടന്നു, ഇരിക്കാൻ പറ്റില്ല അല്ലേ. ഞാൻ അസിസ്റ്റന്റ് നോക്കിയത്, പക്ഷെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. ഇതിനിടയ്ക്ക് ഓണത്തിനിടെ പുല്ലുവെച്ചോളെന്ന് പറയുന്നത് ജോഷി സാറെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരിക്കൽ സാറിൻ്റെ പടത്തിലെ ഒരു വേഷം, ഒരു സീനാണെങ്കിലും അത് ഈ ഒരു അവസരത്തിൽ ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇങ്ങനെ എല്ലാവരുടെ ഒരു അവസരം അദ്ദേഹത്തെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കിട്ടില്ല. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഷാജി സാറെ താങ്ക് യു സോ മച്ച്. ജോജേട്ടാ താങ്ക് യു. പ്രൊഡ്യൂസർ എല്ലാവർക്കും, ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, ഇവിടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ഒത്തിരി ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ചേച്ചി. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വരവെന്ന ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫറിനെയാണ്. വലിയൊരു കൈഡി നൽകി നമുക്ക് ശരവണൻ സാറിനെ സ്വാഗതം ചെയ്യാം. One of the best cinematographers that we have in the entire South India. Hearty welcome to you, sir. ഈ ചിത്രത്തിലെ മനോഹരമായ ഫ്രെയിംസിന് പിന്നിലെ വ്യക്തി ശരവണൻ സർ. So what do you have to say about this movie? എല്ലാവർക്കും നമസ്കാരം. ഇത് 7th ഫിലിം വിത്ത് ഷാജി സാർ. ஷாஜி சாரோட ஒர்க் பண்ணும்போது ஒரு ரெஃப்ரெஷ் பட்டன் ப்ரெஸ் செய்கிற மாதிரி இருக்கும். ஸோ தேங்க்யூ சார், ஜோதி சார், தேங்க்யூ ஸோ மச். தேங்க்யூ எவ்ரிவன். വളരെ നന്ദി. താങ്ക് യു സർ. ഇനി നമ്മുടെ പ്രിയ നായകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ള സമയമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ നടനോട്. കാരണം നമ്മുടെ മുന്നിൽ വളർന്നു വന്ന നടനാണ്. ആദ്യം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി, അതിനുശേഷം നായകനായി, പിന്നീട് ഡയറക്ടറായി, ഇപ്പൊ എന്താ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജോജോ ജോർജ്, the power pack performer.
എക്സൈറ്റഡ് ആണ് ജോജു ചേട്ടനെ ഒരു ഫുൾ നോൺ ആക്ഷൻ റോളിൽ കാണാനായിട്ട്. കാരണം ജോജു ചേട്ടന്റെ ഇടിയുടെ പഞ്ച്, ഇടിയുടെ പവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ ആണ്. അപ്പം എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് ഞങ്ങളോട് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലേറ്റ് ആയതിന് സോറി. ഞാൻ ചാലക്കുടി അതിരപ്പള്ളി വാഴച്ചാലിലാണ് ഷൂട്ടിംഗ് ആണ്. അവിടെ നിന്ന് വന്നുകൊണ്ട് നല്ല ബ്ലോക്ക് കിട്ടിയോണ്ട് വൈകിപ്പോയതാണ്. എന്നെ ഇരിക്കാൻ പഠിപ്പിച്ച ആളാണ് അത് ഇവിടെ ഇരിക്കുന്ന ജോസ്. കാരണം ഞാൻ കളറൊക്കെ ചെയ്ത് നനച്ച മുടിയൊക്കെ ജോസഫ് അഭിനയിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പൊളിഞ്ഞു ആക്കി. അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വേഷം എന്നെ വെച്ച് ചെയ്ത് എനിക്ക് ധൈര്യം തന്ന ജോസാറാണ്. അതിനുശേഷം ആനന്ദി ചെയ്തു. ഇനി അടുത്തത് പറയാനുണ്ടെങ്കിൽ ജോസ് സാറിന്റെ സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷായ് സാറിന്റെ ബാബ കല്യാണി എന്നുള്ള സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിൽ ലാലേട്ടനെ ക്ലോസ് റേഞ്ചിൽ കണ്ടത് ആ പടത്തിൽ വെച്ചിട്ട്. അതിനു മുമ്പ് കൊല്ലിയേട്ടൻ എന്നുള്ള സിനിമയുടെ സെറ്റിന്റെ പുറത്തു നിന്ന് ഷൂട്ടിംഗ് കാണാനുള്ള അവസരം ഉണ്ടായി. അവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്താ പറയാ, ഇതിൽ പറയാൻ വലിയ അനുഗ്രഹം വേറെ ഇല്ല. ഇത്രയും വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്, പറ്റാവുന്നത്ര ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെ പോലെ ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറ്. കാരണം ഇവരുടെ പോലെ തന്നെ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ എല്ലാവരെ പോലെ സന്തോഷിക്കുന്നു. താങ്ക് യു ഷായ് സാർ, പ്രൊഡ്യൂസർ സാജനായിട്ട് ഒരു 10-30 വർഷമായിട്ടുള്ള ബന്ധമാണ്. തുടങ്ങിയ കാലം മുതൽ അന്ന് മുതൽ കരുതലോടുകൂടി നമ്മൾ നോക്കിയത് നന്ദി. അപ്പോൾ എല്ലാവരോടും വരവ് ഒരു വരവായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ട്രീറ്റ് ആയിരിക്കും. താങ്ക് യു സോ മച്ച്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ജോഷി എന്നോട് ചോദിക്കുന്നതിന് മുന്നേ AK സാജൻ സാറിനെയും ഷാജി കൈലാസ് സാറിനെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ സിനിമയുടെ സംവിധായകൻ സാറിനെയും റൈറ്ററായ AK സാജൻ സാറിനെയും ഒപ്പം പ്രൊഡ്യൂസറായ നൈസി മാമിനെയും രജി സാറിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻവൈറ്റിംഗ് ദ റൈറ്റർ, ദ ഡയറക്ടർ ആൻഡ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ മൂവി ഓൺ സ്റ്റേജ്. അവരായിട്ടുള്ള ആത്മബന്ധത്തെ കുറിച്ച് ജോജു ചേട്ടൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ തീർച്ചയായും ജോജു ജോൺ വേദിയിലുള്ള ഈ ഒരു അവസരത്തിൽ അവരും സ്റ്റേജിൽ വേണം. എല്ലാവരും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണമെന്ന് നമുക്കൊരു റിക്വസ്റ്റ് മീഡിയ ടീമിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഷാജി സർ, 2 വാക്ക്. ജോജു ചേട്ടൻ എത്രയും പറഞ്ഞ സ്ഥിതിക്ക് പേടിച്ചു വരണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോജു ചേട്ടനോട് തന്നെ ചോദിക്കാം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2 വർഷം മുന്നേ പണി എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ലെവൽ ആക്ഷൻ സിനിമ ഡയറക്ട് ചെയ്ത ജോജു ചേട്ടൻ ഞങ്ങളെ എല്ലാവരും ഞെട്ടിച്ചു. അതിനുശേഷം ഇപ്പൊ ഇതാ അടുത്ത സിനിമ ഡയറക്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം എന്താണ് ഷാജി കൈലാസ് എന്ന ഈ ആക്ഷന്റെ വലിയ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചത്? ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്താണ് ഷാജി കൈലാസ് നിന്ന് പഠിച്ചത്? അപ്പൊ അതിന്റെ ഉത്തരം ചേട്ടൻ പറയുന്നതിന് മുന്നേ ജോഷി സാറിനെ കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ജോഷി സാർ പ്ലീസ്. എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്, വേദിയിലുള്ള എല്ലാവരും ഒരു റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മുടെ പ്രിയ സംവിധായകൻ ലെജൻഡറി ഡയറക്ടർ ജോഷി സാറിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഷാജി കൈലാസ് ഈ സമയം ജോസ് തോമസ് സാറിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയ്യടി നൽകി ജോസ് തോമസ് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹാർട്ടി വെൽക്കം ടു യു സർ. സിനിമയുടെ ഭാഗമായിട്ടുള്ള ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിനെ കൂടി ഈ സമയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് സ്വാഗതം ചെയ്യാം. അമൃത വർഷിനി ഓൺ സ്റ്റേജ്, നല്ലൊരു കൈയ്യടി നൽകാം. ഒപ്പം സ്വാഗതം ചെയ്യുന്നു ബാലാജി ശർമ്മ, ദ വെരി ടാലന്റഡ് ആക്ടർ. കോട്ടയം രമേശ്, കൈയ്യടി നിർത്തണ്ട, വലിയൊരു കൈയ്യടി നൽകി തന്നെ എല്ലാ താരങ്ങളെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ സമയം ഷാജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമയം MR രാജകൃഷ്ണൻ സാറിനെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We request you to grace this occasion with your presence, inviting MR രാജകൃഷ്ണൻ sir on stage. നമ്മുടെ പ്രിയ നടിയെ പ്രിയങ്കനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൈയ്യടി പോരാ, keep applauding for our favorite stars who are coming on stage.
Of course, we definitely have to invite the very beautiful actress Shruti Lakshmi. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു നടിയാണ് സ്റ്റേജിലേക്ക് വരുന്നത്. നല്ലൊരു കൈയ്യടി നൽകി തന്നെ സ്വാഗതം ചെയ്യാം. ശ്രുതി ലക്ഷ്മി joining the other team members on stage. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ്. ഈ സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചിരിക്കുന്ന നിത്തു മോളെ സ്വാഗതം ചെയ്യാണ്. ഏറ്റവും വലിയ കൈയ്യടിയോടെ തന്നെ മോളെ സ്വാഗതം ചെയ്യാം. ചെറിയ കുട്ടിയാണ്, നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനം വേണം. Look at her, how beautiful, how confident. ഈ സമയം വേദിയിലേക്ക് ആഷിഖിനെ വേദിനെ കൂടെ സ്വാഗതം ചെയ്യാണ്. Two very very beautiful and talented actresses. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അവരെയും സ്വാഗതം ചെയ്യാം. Also inviting on stage the very talented actress Hilda. ഈ സമയം വേദിയിലേക്ക് ശ്രീ ഗോകുലം മൂവീസിൽ നിന്ന് സുജിത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വരവെന്ന ഈ സിനിമ വിതരണം ചെയ്യുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണ്. I would now like to request Mr. Sujit, the representative from Sri Gokulam Movies, to kindly come on stage. ശ്രീ ഗോകുലം മൂവീസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരുപാട് അന്യഭാഷ സിനിമകളും ബിഗ് ബഡ്ജറ്റ് സിനിമകളും മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. So they are our distributors. Here we have Mr. Sujit from Sri Gokulam Movies on stage. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നടനും സംവിധായകനും ബിഗ് ബോസ് വിന്നറുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ 3 ടൈറ്റിൽസും അലങ്കരിക്കുന്ന ഒരേ ഒരാളെ ഇന്ന് കേരളത്തിലുണ്ട്. വരണം പ്ലീസ്, ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. നല്ലൊരു കൈയ്യടിയോടെ സ്വാഗതം ചെയ്യാം അഖിൽ മാരാർ. Joining us on stage is Akhil Marar. Thank you for accepting our invitation and joining us here as a guest. അടുത്തതായി വേദിയിലേക്ക് ഒരിക്കൽ കൂടി MG ശ്രീകുമാർ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം സാർ ഈ സിനിമയുടെ വലിയൊരു ഭാഗമാണ്. സാർ ഇല്ലാതെ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാൻ പറ്റില്ല. So here we have MG ശ്രീകുമാർ sir joining the other cast and crew members on stage. ഈ സമയം ഏറെ സ്നേഹത്തോടെ ജിബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Requesting Jibin to kindly join us on stage. ഈ സമയം നമ്മുടെ പടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരിക്കുന്ന ബെന്നി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബെന്നി സർ, പ്ലീസ് ജോയിൻ us on stage. അപ്പൊ ഇനി നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. Here we have the entire team of the movie വരവ് along with our guests. നിങ്ങൾ എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി കുറച്ചും കൂടി മുന്നോട്ട് കയറി നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവരും കയറി നിൽക്കണം. Thank you so much everyone. ജോഷി ചേട്ടനും ഷാജി കൈലാസ് സാറും AK സാജൻ സാറും സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. Thank you everyone. ഷാജി കൈലാസ് സാറും കൂടി സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. Thank you. നമ്മളിപ്പോൾ സ്റ്റേജിൽ കണ്ടത് വരവെന്ന ഈ സിനിമയുടെ എൻറ്റയർ ടീം മെമ്പേഴ്സിനെയാണ്. നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിരവധി താരങ്ങളുണ്ടായിരുന്നു. So yes, here we have അപ്പൊ ഈ സമയം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അഖിൽ മാരാറിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അഖിലേട്ടാ, ഞാൻ
നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഈ ഒരു അവസരത്തിൽ എന്താണ് അഖിലേട്ടന് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആരാധിച്ചിട്ടുള്ള, ഒരുപാട് പിന്നാലെ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ അതിനോടൊരു നന്ദി ആദ്യം അറിയിക്കുകയാണ്, ഈശ്വരനോടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്നെ എല്ലാ തലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള രണ്ട് മഹാന്മാരായ സംവിധായകരാണ് ജോഷി സാറും ഷായ് സാറും. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പടത്തിന്റെ ലോഞ്ചിൽ ഒരു ആശംസ അറിയിക്കാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. അത് എൻ്റെ പ്രിയപ്പെട്ട ജോജേട്ടൻ്റെ സിനിമ കൂടിയാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ സിനിമ അറിയുന്നതില്ലാത്ത പറയും ഒരു പവർ പാക്ട് ആക്ടറാണ് ജോജോ ജോഷ്. അത് കുറച്ചു പ്രിയത്തിലൂടെയായാലും ഞാൻ എപ്പോഴും ജോജോനോട് പറയും, ചേട്ടാ കുറച്ച് ഇമോഷൻസ് ഉള്ള കഥകൾ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കുറച്ചുകൂടെ ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾ ജോജോട്ടൻ ചെയ്യണം. കാര്യം ജനങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊന്നും തന്നെ ശരി ഈ ആക്ഷനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തൊരു നടൻ ഇന്നിപ്പോ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടോ എന്നൊരു സംശയമാണ്. അപ്പൊ അത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം തന്റെ ആക്ഷൻ കൈകാര്യം ചെയ്തത്. ആ ആക്ഷനെ മലയാളത്തിന്റെ ആക്ഷൻ രംഗങ്ങളിൽ നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഷാജി സാർ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നതിലപ്പുറമായ ഒരു സിനിമയായി വരവ് മാറും. ജോജേട്ടന്റെയും ഷായ് സാറിന്റെയും ഒരു മികച്ച വരവ് തന്നെയായി ഈ സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത മറ്റു രണ്ട് നടന്മാർ ബാലാജേട്ടും അസീസും ഒക്കെയുണ്ട്. അപ്പം അവരൊക്കെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും 1000 ആശംസകൾ പ്രാർത്ഥനകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ സമയം ആശംസകൾ അറിയിക്കുന്നതിനായി ജോസ് തോമസ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടിയ എല്ലാവരും വരവിന്റെ ഒരു വിജയത്തിന് വേണ്ടിയാണ്. ഷാജി കൈലാസിനെ കൂടെ പറഞ്ഞു, ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്ത ഷാജി കൈലാസ് അടുത്തൊരു ഹിറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്ക് പറയാവുന്നത് ഷാജി കൈലാസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ കൃത്യം വർഷം പറയുന്നില്ല, പ്രായം പിടിക്കുന്നുണ്ട്, മദ്രാശിയിലേക്ക് ഞാൻ ചെല്ലുന്നത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. ഞങ്ങൾ ഒരു ഗുരുവിന്റെ കൂടെ സിനിമ ചെയ്ത് അങ്ങനെ ഒരേ വീട്ടിൽ താമസിച്ച് അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഷാജി എന്നോട് പറഞ്ഞു, എടാ നമ്മൾ ഡയറക്ടേഴ്സ്, ഞാൻ ഡയറക്ട് ചെയ്യണം, ആദ്യം ഡയറക്ട് ചെയ്യണമെങ്കിൽ നീ ആയിരിക്കും എൻ്റെ അസോസിയേറ്റ്, നീ ഡയറക്ട് ചെയ്യണമെങ്കിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വരും. ഞങ്ങളോട് വെച്ച് വാക്ക് പറഞ്ഞു. ഷാജി ആദ്യമായിട്ട് ന്യൂസ് ചെയ്യാൻ പോകും. ഞാനന്ന് സലീം അലി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് പറഞ്ഞു, നമ്മുടെ വാക്ക് പാലിക്കണം. അന്ന് മുതൽ ഷാജിയുടെ ന്യൂസ്, രണ്ടാമത്തെ പടം സൺഡേ സെവൻറ്റിയും, മൂന്നാമത്തെ പടം ഡോക്ടർ പശുപതി, 3 പടങ്ങൾക്കും ഞങ്ങൾ അസോസിയേറ്റായി നിന്നു. അസോസിയേറ്റ് എന്നുള്ള അങ്ങനെ ഒരു സഹോദര ബന്ധം വർഷങ്ങൾക്ക് ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഷാജിയെ കുറിച്ച് പറയാനുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 38 വർഷം എന്ന് വിചാരിക്കും, ഞാൻ മദ്രാസിയിൽ ചെന്ന് കാണുന്ന ഷാജി കൈലാസ് ആണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്ന ഷാജി കൈലാസ്. സിനിമയുടെ പകിട്ട് കണ്ടിട്ട് സ്വഭാവം മാറിയിട്ടില്ല. ആ എളിമയും ആ സ്നേഹവും ആ വിശ്വാസവും അതേപോലെ കാത്തുസൂക്ഷിക്കുന്ന ഷാജി കൈലാസിനെ എനിക്ക് മരണം വരെ മറക്കാൻ കഴിയില്ല. എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ സുഹൃത്തായിരിക്കും, എൻ്റെ ആത്മ സുഹൃത്തായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. വാക്കുകൾക്ക് നന്ദി. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ജോജു ചേട്ടാ, അപ്പൊ എന്താണ് ജോജു ചേട്ടൻ ഷാജി കൈലാസ് എന്ന ഡയറക്ടറിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം? അഭിപ്രായം പറയാനായിട്ടുള്ള ആളായിട്ടില്ല. സാറിന്റെ സിനിമകൾ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കണ്ട് ശീലിച്ച ഏറ്റവും വലിയ ബിഗ് കൊമേഴ്ഷ്യൽസ് എടുത്തത് ഷാജി സാറാണ്. ഞാൻ ആ സിനിമകൾ കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. നമ്മളുടെ തലയിൽ ഓടിയിട്ടുള്ളത് ആ എനർജി മാറുകയാണ്. അങ്ങനെയുള്ള എന്താ പറയുക, ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതാണ്. അങ്ങനെ ഒരു വർക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഒരു ഭാഗ്യം. എന്താ പറയുക, പണിയറിയുന്ന വൃത്തിക്ക് പണിയറിയുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളോടുള്ള അഭിപ്രായം ചോദിക്കാതിരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. സിലബസ് ടഫായതുകൊണ്ട് ഞാൻ പഠിക്കാൻ കുറച്ച് മോശമാണ്. നമ്മുടെ ഇതെല്ലാം വലിയ സിലബസുകളാണ്. നമ്മൾ ചെറിയ ചെറിയ 10ാം ക്ലാസ് PDC ആ ടൈമാണ്. ഷാജി സാറിനോടും ഇത് ചോദിക്കണമെന്നാണ് സൈഡിൽ നിന്നൊക്കെ വരുന്നൊരു റിക്വസ്റ്റ്. ഷാജിട്ടാ 2 വാക്ക് ഞാൻ ഭയങ്കര പോവാണ്. എനർജി
ആവശ്യമില്ലാതെ മനോഹരമായിട്ട് സാറേ ഇത് മതി ഇങ്ങനത്തെ പോലെ മതി ഇതിങ്ങനെ ചോദിച്ചു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. പുള്ളി എല്ലാ സിനിമയിലും കണ്ട് ആളുകളാക്കാതെ കേൾക്കണം. സിനിമ എന്നോട് ഭയങ്കര പാഷനായിട്ട് സംസാരിക്കുന്ന പോലെ ഭയങ്കര പാഷനായിട്ടുള്ള ഒരു ലൈഫ്. വേറെ ഒന്നിനെ പറ്റി പുള്ളി ചിന്തിച്ചിട്ടുണ്ട്. ഒള്ളി സിനിമ. ഇവര് പറഞ്ഞതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള ജോസിനെ കുറിച്ച്. സിനിമ ഭയങ്കര പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വലിയ മഹാനടൻ. പണ്ടൊക്കെ ജോലി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം സംസാരിക്കും. അതിനൊരു പരാതിയുണ്ട്. സിനിമ സിനിമ സിനിമ, വേറെ വഴിയില്ല. അപ്പൊ അധ്വാനിക്കുന്ന ഒരു നടനാണ്. അഭിനയത്തിന് ഇപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന ഒരാൾ. എഴുതുമ്പോൾ ഒരു പക്ഷേ ഒരു എഴുത്തുകാരനെ ഏറ്റവും കൂടുതൽ ഒരു നടൻ നായകൻ ശല്യപ്പെടുന്ന ആ കാര്യത്തിലല്ലേ. ഒരു സീൻ വായിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള അഭിനയിക്കാനുള്ള പൂർണ്ണത്തെ കുറിച്ച് ആ മനുഷ്യൻ ഇപ്പോഴും ഭയങ്കര ആർത്തിയാണ്. അപ്പോൾ എഴുത്തുകാരനെ സംബന്ധിച്ചത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ ജോജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു നടൻ അഭിനയിക്കുന്ന ആ കഥാപാത്രം ആയി വളർന്നാമെന്ന് കാണുന്ന സന്തോഷം. ഞാൻ ജോജുവിൻ്റെ ചെറുപ്പകാലം മുതൽ കണ്ടിട്ടുള്ള ആളാണ്. ആ വളർച്ച കൂടെ നിന്ന് നടന്ന് കണ്ടിട്ടുള്ള ആളാണ്. ഇനിയും വളരട്ടെ, കൂടെ നിൽക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവുക എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. അപ്പം ഇത് ഒരു ഒന്നൊന്നര വരമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി നമുക്ക് വലിയൊരു കൈയ്യടി നൽകാം. ടു ദ കോർ ടീം ഓഫ് ദ മൂവി വരവ്. താങ്ക് യു സോ മച്ച്. ശരവണ സാർ, താങ്ക് യു. ഭയങ്കര രസമായിട്ടാണ് സാറ് ഷൂട്ട് ചെയ്തത്. ട്രെയിലർ ഇതെല്ലാം കാണുമ്പോൾ അവിടെ നമുക്ക് എത്ര ഭംഗിയിലിരിക്കാനുള്ള ഒരു സന്തോഷം. താങ്ക് യു. ഈ സമയം M.R. രാജകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം നമ്മുടെ സൗണ്ട് ഡിസൈനർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഡിസൈനർ ആണ്. Undoubtedly one of the best sound designers that we have in India. Welcome to you, sir. എന്താണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇവൻ ആരാടാന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്റെ പേര് സൗണ്ട് ഡിസൈനർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ സ്ക്രീനിൽ ഫ്രണ്ടിൽ വരുന്ന ആളല്ല, സ്ക്രീനിന്റെ പുറകിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. സോ ഇതെനിക്ക് ഭയങ്കര ഇമോഷണൽ സ്പേസ് ആണ് ഇപ്പൊ ഇവിടെ. കാരണം അതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറയുന്നത്, ഞാൻ ഷാജിയേട്ടനോട് അടുപ്പം എന്ന് പറയുന്നത് നരസിംഹം എന്ന് പറഞ്ഞ സിനിമ എൻ്റെ വീട്ടില്, അതായത് എനിക്കൊരു അഡ്രസ്സ് കൂടെ ഉണ്ട്. സൗണ്ട് ഡിസൈനർ എന്ന് പറയുമ്പോൾ അത് വന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല, M.G. രാധാകൃഷ്ണൻ. എൻ്റെ അച്ഛൻ്റെ പേരോട് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. M.G. ശ്രീകുമാർ എൻ്റെ ചിറ്റപ്പൻ. സോ ആ ഒരു അഡ്രസ്സും കൂടെ ഉണ്ട്. അപ്പോൾ നരസിംഹം എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുമ്പോൾ എൻ്റെ അച്ഛൻ സംഗീതം ചെയ്ത് ചിറ്റപ്പൻ പാട്ട് പാടുന്നു. അതിനകത്ത് ധ്യാനം, ധേയം, നരസിംഹം എന്നുള്ള കോറസ് പാടുന്നത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും അച്ഛൻ്റെ കൂടെ ശിഷ്യന്മാരും ചിറ്റപ്പനും ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ടാണ് കോറസ് പാടാനുള്ള അവസരം കിട്ടിയത്. അങ്ങനെ ഒരു കോറസ് പാടി അന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഷാജിയേട്ടനെ പോലെ ഇത്രയും വലിയൊരു ഡയറക്ടറുടെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന്. 4 സിനിമ 5 സിനിമയിലെ ഞാൻ ഷാജിയേട്ടനോട് വർക്ക് ചെയ്യുന്നു. അത് എങ്ങനെ എനിക്ക് ആ ഇമോഷൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എനിക്ക് അറിയില്ല. ബട്ട് ഐ എം ഇമോഷണലി വെരി മച്ച് അറ്റാച്ച്ഡ് ടു ദിസ് സ്റ്റേജ്. എൻ്റെ അച്ഛൻ്റെ പാട്ട് പഠിച്ചിട്ട് പാടുകയും ചെയ്ത് ചിത്രങ്ങൾ പാടുന്നത് കേൾക്കാനായിട്ട് ലൈവായിട്ടൊരു അവസരം കൂടി കിട്ടി. താങ്ക് യു സോ മച്ച്. അത്ര പറയാനുള്ളൂ. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ഈ സ്ക്രീനിന്റെ പുറകെ വർക്ക് ചെയ്യുന്നവരെ ഫ്രണ്ടിൽ വരാറില്ല. അതുകൊണ്ട് വേറെയായിട്ട് സംഭവിക്കാറുള്ളൂ. അപ്പൊ ഇതൊരു വലിയൊരു മൊമെന്റ് ആയിട്ട് ഞാൻ ട്രഷർ ചെയ്തു. ഇവൻ പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ പറയണമല്ലോ. എനിക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടുമ്പോഴേ ഞാൻ മേടയിൽ വീട്ടില് ഞങ്ങളുടെ കൂട്ടുകുടുംബമായിരുന്നു. അന്ന് കിടന്ന് ഉറങ്ങുമ്പോ 7 മണിക്ക് വന്ന് പറഞ്ഞു. അന്ന് മൊബൈലൊന്നും ഇല്ല. രാജൻ ഇവൻ വന്ന് പറഞ്ഞു, ചിറ്റപ്പന് നാഷണൽ അവാർഡ് ഉണ്ടെന്ന്. അങ്ങനെ എനിക്ക് 2 നാഷണൽ അവാർഡ് കിട്ടും. പക്ഷേ ഇവന് 7 നാഷണൽ അവാർഡ് കിട്ടും. ഇല്ലേ? എത്ര അതായത് ഇനിയിപ്പോ കിട്ടാൻ പോകണം. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് എഞ്ചിനീയർ ഇൻ ഇന്ത്യ. ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്, ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല,
വർക്ക് ചെയ്യുന്നത് മലയാളം, തമിഴ്, ഹിന്ദി, തെലുഗു, കന്നഡ ഇത്രയും ഭാഷകളിൽ വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് ഐ എം വെരി പ്രൗഡ് ഓഫ് യു. വെരി പ്രൗഡ്. അതായത് ഇപ്പോ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. താങ്ക് യു സോ മച്ച്. ഓവർവെൽഡായി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നാഷണൽ അവാർഡ് വിന്നേഴ്സിന്റെ ഒരു കുടുംബം തന്നെയാണ്. താങ്ക് യു. ഇനി നമ്മുടെ ചിത്രത്തിലെ അടുത്ത പാട്ടിന്റെ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. ഈ ലോഞ്ചിന് വേണ്ടി സിനിമയിലെ യുവ താരങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അർജുൻ അശോകൻ, സാനിയ അയ്യപ്പൻ and Deepak Parapol. We have the young stars of the movie Varava joining us on stage for the launch of the next song. സിനിമയിലെ ആദ്യത്തെ പാട്ട് നമ്മൾ കുറച്ചു മുന്നേ ലോഞ്ച് ചെയ്തു. ഇനി രണ്ടാമത്തെ പാട്ട് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സമയമാണ്. And to do the honors, we have the amazing young actors from the movie. സാനിയ അയ്യപ്പനെയും ദീപക് പരമോളിനെയും അർജുൻ അശോകനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. മൂന്ന് പേരും ചേർന്ന് ഒരുമിച്ച് പാട്ട് ലോഞ്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അർജുൻ ചേട്ടാ, ദീപക് പരമോൾ. So here we go. Ladies and gentlemen, with all your permission, here we launch the next song from the movie Varava. In 3, 2, 1, go! Phenomenal performance in the song. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ബഹുമാനിക്കുന്ന ജോഷി സാർ, ഷായി സാർ, ജോഷി ചേട്ടൻ, എല്ലാ MG സാർ. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഷാജി സാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിമിൽ വരാൻ കൊതിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോങ്ങിലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കി സോങ് എനിക്ക് അത്രയും, ഞാൻ ഷാജി സാർ ഫസ്റ്റ് കണ്ടപ്പോൾ സാറിൻ്റെ ഒരു ഫ്രെയിമിൽ ഒരു ക്ലോസ് കിട്ടാൻ അത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അത് വലിയൊരു ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്. ജോഷി സാറിൻ്റെ സിനിമകൾ എൻ്റെ അമ്മക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ജോഷി സാറിനെ കണ്ട് ഞാൻ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ട്. സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും സോങ് അല്ലെ, നമ്മൾ പണ്ടൊക്കെ പാട്ടുകൾ ഹിറ്റായാൽ സിനിമ ഹിറ്റായി എന്നാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കാണുന്നത് പാട്ടുകളാണ്. പ്രത്യേകിച്ച് ഞാനൊരു ഡാൻസറായിരുന്നു. സാരി ഭയങ്കര ഡാൻസറാണ്. അപ്പോൾ നമുക്കൊക്കെ സ്റ്റേജിൽ ഡാൻസ്, ഞാൻ പാട്ട് കേട്ടപ്പോൾ പറഞ്ഞതാണ് ഇനി കുറേ നാളത്തേക്ക് എനിക്ക് ഡാൻസ് ചെയ്യാനായിട്ടൊരു പാട്ട് കിട്ടിയത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു പാട്ടിൽ അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചാൽ ചേട്ടാ, ഷായ് സാർ ആൻഡ് ക്യാമറ സാർ. എന്ത് രസം കാണാൻ, ഫ്രെയിംസ് ഒരു രക്ഷയില്ല. ഇതൊരു കളർഫുള്ളാണ്. കുറേ നാളുകൾക്ക് ശേഷം തോന്നിക്കുന്ന ഒരു സോങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ സമയം സാനിയനെയും ദീപകിനെയും അർജുൻ ചേട്ടനെയും കൂടി സെന്റർ സ്റ്റേജിലേക്ക് എത്തിക്കുകയാണ്. ശുഭലക്ഷ്മി മൂവർത്തി സുധീനെയും ഞങ്ങൾക്ക് ഇവിടെ വേണം. 4 പേരും സെന്റർ സ്റ്റേജിലേക്ക് ഒന്ന് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എന്തിനാണ് വിളിച്ചത് ഏകദേശം മനസ്സിലായി 4 പേർക്കും. ഞങ്ങൾ പാട്ട് ഒന്നുകൂടി പ്ലേ ചെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് എ ഹംബിൾ റിക്വസ്റ്റ്. 4 പേരും കൂടി നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഒന്ന് ഡാൻസ് ചെയ്യണം. ശ്രുതി is there to lead. So can you please have the song once again? നമസ്കാരം. ഷാജി സാറിന്റെ രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ നേരത്തെ അഭിനയിച്ച സിനിമയാണ് കടുവ. കടുവയില് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ വേഷമെന്ന് കരുതി അഭിനയിച്ചപ്പോൾ തോന്നിയിരുന്ന ഒരു വേഷം സിനിമ വന്നു കഴിയുമ്പോൾ മറ്റുള്ള സിനിമകൾ പോലെ തന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ആ കടുവയിലെ വേഷം നന്നായിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആ സിനിമ വീണ്ടും ഒന്നുകൂടെ കാണുന്നത്. അന്നേരമാണ് എനിക്ക് മനസ്സിലായത്
അത് ഇത്രയും ഭംഗിയായിരുന്നല്ലോ. കാരണം മൈന്യൂട്ടായിട്ടുള്ള ചില ആക്ഷൻസ് പോലും സാർ അത് ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് അന്ന് നന്ദി പറയാൻ സാധിച്ചില്ല. കാരണം അതിനുശേഷം പിന്നീട് കാണുന്നത് ഞങ്ങളോട് കാണുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി വരവില്ല. ചെറുപ്പം മുതലേ സാറിന്റെ ചെറുപ്പം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പ്രായത്തിന് ശേഷമുള്ള സാറിന്റെ ആദ്യകാല പടങ്ങൾ പോലും ഞാൻ കാണുന്നതാണ് എന്റെ സിനിമ. ഒപ്പം അതേപോലെ സാറ് ജോഷി സാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഉറപ്പിച്ച് പറയുകയാണ്, ജോഷി സാറിന്റെ പടവും അതിന് മുൻപ് സേതുമാധവ മാഷിന്റെ പടങ്ങളായിരുന്നു മുൻപ്. ഒപ്പം ആ സ്ഥാനത്തേക്ക് പിന്നെ ജോഷി സാറ്, ഷാജി സാറ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പടമാണ് എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ പല പ്രാവശ്യം കാണുകയും ചെയ്തു. ഇഷ്ടപ്പെട്ട ഒരു സിനിമ നിരവധി പ്രാവശ്യം കാണും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗം അതിൻ്റെ അത് ഏതെങ്കിലും ഒരു സിനിമയിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് വീണ്ടും കാണും. ഒരു നടനായാലും നടിയായാലും അല്ലെങ്കിൽ ഡയറക്ഷൻ ആയാലോ ക്യാമറ ആയാലോ അത് പ്രാധാന്യം കൂടുതലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സിനിമ ഞാൻ വീണ്ടും വീണ്ടും കാണാം. എന്തായാലും ഈ വരവ് സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രൊഡ്യൂസർ ആദ്യം എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം നേരത്തെ എന്നെ ഇനി അടുത്തൊരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കണം എന്ന് അദ്ദേഹം എൻ്റെ ഏതൊരു സിനിമ കണ്ടിട്ട് തീരുമാനിച്ചു എന്നത് അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒപ്പം ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ജോജു, ആ ചേട്ടൻ നിലനിന്നുള്ള സന്തോഷമാണ്. അപ്പൊ നേരത്തെ ജോലിയിലോട് പറഞ്ഞിരുന്നു ഇന്നയാള് എന്നെ രക്ഷപ്പെടുക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം ഉറപ്പിച്ചു ചേട്ടൻ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ജോലി പറഞ്ഞു അന്നേരം എന്നോട് പറഞ്ഞു. അതും എനിക്ക് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള അനുഭവം. ഇതൊക്കെ വെച്ച് ഈ പഠനത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിരവധി സന്ദർഭങ്ങളിൽ പ്രേക്ഷക മനസ്സിനെ വളരെയധികം ഒരു വിജൃംഭിക്കാതൊക്കെ നമ്മൾ പറയുക. അപ്പൊ അതുപോലെ ഒരവസ്ഥയിൽ ജിജ്ഞാസാഭരിതമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന അപാരം കുറേ സിറ്റുവേഷൻസ് ഈ സിനിമ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല എന്നാണ് എനിക്ക് ഉറപ്പിച്ചു. ഒപ്പം ഈ സിനിമയിൽ സഹകരിച്ച അല്ലെങ്കിൽ ഒപ്പം സഹകരിച്ചിരുന്ന എല്ലാ ആളുകളിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആദ്യം മുതൽ എന്നെ ഇതിലേക്ക് ഫിക്സ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ജോബി ഉൾപ്പെടെ. ജോബി ഞങ്ങൾ നേരത്തെ സുഹൃത്തുക്കളാണ്. സിനിമയിൽ വരുന്നത് ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് വരുന്നത്. എന്തായാലും എല്ലാം കൊണ്ടും ഒരു വലിയ സന്തോഷകരമായ ഒരു നിമിഷമാണിത്. ഇത് 100% വിജയത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളേവരോടും അഭ്യർത്ഥിക്കുവാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണും. എല്ലാത്തിലും ഉപരിയായി എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ഏറ്റവും ആത്മവിശ്വാസം തരുന്ന ഒരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും ബഹുമാനപ്പെട്ട ഗോകുലം ഗോപാലൻ സാറിൻ്റെയും കൃഷ്ണമൂർത്തി സാറിൻ്റെയും എൻ്റെ സ്വന്തം പയ്യനും കൂടെ ആയ സുജിത്തിൻ്റെയും കൂടെ ഒക്കെ ഒരു സഹകരണത്തിൽ ഗോകുലം ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തതിൽ അവർക്ക് വേണ്ടി അവരോടൊപ്പം സഹകരിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം അതിന് എൻ്റെ പ്രത്യേകമായ നന്ദി ഒരു നടൻ എന്നുള്ള നിലയിൽ ആ സിനിമ വിജയിക്കേണ്ടത് എൻ്റെയും കൂടെ ബാധ്യതയാണല്ലോ, എൻ്റെയും കൂടെ കടമയാണല്ലോ എന്ന് ഓർത്തു അതിന് വേണ്ടിയിട്ട് ഞാൻ അവരോട് നന്ദി പറയുന്നു, കടപ്പാട് അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ബാലാജി ശർമ്മ. നല്ലൊരു കൈയ്യടി നൽകി തന്നെ സ്വാഗതം ചെയ്യാം. ഒരുപാട് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ നടനാണ്. എല്ലാവർക്കും നമസ്കാരം. ഡിന്നറിനുള്ള ടൈം ആയതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ അറിയാം. ആദരണീയ ജോഷി സർ, ഷാജി സർ, ശരവണൻ സർ, എം ജി കുമാരേട്ടൻ, സാഹചര്യൻ, എല്ലാവർക്കും നമസ്കാരം. ഞാനും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ
ഒരു കിൻഡലിടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എല്ലാവരും ആ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ഒരു അതിഗംഭീരപ്രദമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാജി സാർ, AK സാജൻ ചേട്ടൻ്റെ കോംബോയിൽ ഉപയോഗിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഷാജി സാറിൻ്റെ വേറെ 2 പടങ്ങളിൽ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. The heart is full. The words are few. With the words are few, there is nothing to say. Thank you. Thank you. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആ കിഞ്ചലിനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്തതായി പ്രിയങ്ക ചേച്ചിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Ladies and gentlemen, with a big round of applause, let's welcome the very talented actress Priyanka on stage. Looking absolutely beautiful, അല്ലേ? വളരെ സുന്ദരിയായി നല്ലൊരു സാരി ഒക്കെ എടുത്താണ് ചേച്ചി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. കാരണം നിങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ഭാഗ്യം എനിക്കുണ്ട്. കമ്മീഷണർ സുശീല ടീച്ചർ തൊട്ട് ഷായിച്ചേട്ടൻ്റെ 1-2 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലെല്ലാം എനിക്ക് പ്രിയങ്ക എന്ന് പറഞ്ഞാൽ പുറത്തറിയാൻ പാകത്തിന് തന്നെ FIRലെ ആലീസ് ആയാലും അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത ഒരു പടത്തിലാണ് ഞാൻ. ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ ഇതിലെ പോലീസായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇപ്പം ന്യൂ ജനറേഷൻ ഒരുപാട് പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരാള് IPS എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നത് വാണി വിശ്വനാഥ് തന്നെയാണ്. അത് നമ്മുടെ ഷായിച്ചേട്ടൻ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ആ ലുക്ക് വൈസും എല്ലാം ജനങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വാണി വരാത്തതുകൊണ്ടും അതുപോലെ തന്നെ സുഗന്യാണ്. അമ്മായിമാരൊക്കെ ഞങ്ങൾ ഒരുപാട് ചേച്ചി അനിയത്തിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വരാത്ത ആൾക്കാരും ഈ പടത്തിന്റെ മുഖ്യ ഘടകങ്ങൾ തന്നെയാണ്. അതുപോലെ ഞാൻ അവിടെ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു പോയപ്പോൾ കണ്ടതാണ്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോജിന്റെ ഒരു ഇടിസീനാണ് ഞാൻ കണ്ടത്. ആ ഒരു ഇടി ഇപ്പോഴും എൻ്റെ ചെവിയിൽ നിൽക്കുകയാണ്. ഒരു ഇടി കിട്ടിയിട്ട് ആ ചെവിയിൽ ആ മുളക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ആ മുളക്കം നിങ്ങളുടെ ഇടയിലേക്ക് കിണ്ടലായിട്ടല്ല, അതൊക്കെ മേലെയായിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങളാണ് ഈ പടം, ഷായിച്ചേട്ടൻ്റെയൊക്കെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആ പടത്തിൽ ഒരു ചെറിയ കൂട്ടത്തിൽ നിൽക്കാൻ വരെ ആൾക്കാർ അത്രയും എന്താ പറയാ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പടങ്ങളായിരിക്കും എല്ലാം. അപ്പൊ അതിൽ ആ ഒരു ചെറിയ വേഷത്തിന് പോലും കാത്തിരുന്ന ഷായിച്ചേട്ടൻ്റെ ഈ പടം ഒരു വരവ് തന്നെയായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ ഒരു പടത്തിന്റെ പുറകിൽ നമ്മൾ പ്രൊഡ്യൂസർ ആയാലും ചേർത്ത് നിർത്തി ആ പടം മുന്നോട്ട് കൊണ്ടുപോകണം. ക്യാമറ ആണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി ഒരു പടം തന്നെയായിരിക്കും വരവ്. അപ്പൊ എല്ലാവരും കാണാൻ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എല്ലാവരും അതിനുള്ള പ്രോത്സാഹനം ഒക്കെ തരിക. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഷായിച്ചേട്ടനും എൻ്റെ സുഹൃത്താണ് ആനി. ആ കുടുംബം പിന്നെ മക്കള് 2 പേരെ ഞാൻ കണ്ടത് ആ സമയത്താണ്. മോനും ആ സമയത്തുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരുമാണ് ആ ഒരു ഫാമിലിയുടെ ശക്തി കൂടിയാണ് ഷായിച്ചേട്ടൻ ഇന്ന് ഇരിക്കുന്നതെന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഇവരുടെ ഫാമിലിയോടൊപ്പം കൂടെ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. എന്തായാലും അതിന് വളരെ സന്തോഷം. എന്നെ ഇതിലേക്ക് വിളിച്ചതിന് സന്തോഷം. ജോജുവിനെ ഒന്നും പറയാനില്ല. ഒരുപാട് വർഷം കൊണ്ട് കണ്ടുള്ള പരിചയമാണ്. പക്ഷെ ഇതുപോലെ ഇനിയും ഒരുപാട് പടങ്ങൾ ജോജുവിനെ കിട്ടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോഷി ചേട്ടാ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ പ്രായം കുറെ കൂടി വരിക. അമ്മയായാലും അമ്മമ്മയായാലും ഇനി എനിക്ക് പറ്റിയ വേഷം വിചാരിക്കേണ്ട, ഏത് റോളായാലും ഞാൻ ചെയ്തോളാം. ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ജോഷിന്റെ പടത്തിൽ അഭിനയിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മൾ സിനിമാകത്തുള്ള എല്ലാവരും. അതിലൊരാളാണ് ഞാനും. എന്തായാലും ഇനിയും ജോഷിയുടെ പഴയ പടങ്ങൾ പോലെ തന്നെ ഒരുപാട് നല്ല പടങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Balajan sir to kindly come on stage and speak a few words. Shri Gokula Movies ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്, വലിയൊരു ശക്തിയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? നമസ്കാരം. ജോർജിന്റെ 3ാമത്തെ ചിത്രമാണ് ഞാൻ വിതരണം ചെയ്യുന്നത്. ആദ്യം വിതരണം ചെയ്ത ചിത്രം ജോഷി സാറിന്റെ ആന്റണിയാണ്. അതിനുശേഷം അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്ത പണി വിതരണം ചെയ്യാൻ ഒരു ഭാഗ്യമുണ്ടായി. ഇപ്പം ശ്രീ ഗോകുലം മൂവ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഓള പ്രൊഡക്ഷൻസിന്റെ ഈ ചിത്രം തിയേറ്ററിൽ എത്തിക്കുകയാണ്. അപ്പം ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ 100% ഈ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് വരുന്ന ഓരോ കോടിയും ഉറപ്പായിട്ടും അവരുടെ 100% സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ തന്നെ തിയേറ്റർ വിട്ടിറങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിത്രത്തിൽ ഒരുങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ മിക്സിങ്ങും ഫൈനൽ പ്രൊഡക്റ്റ് കണ്ട് ഒരു കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും. ചിത്രം തീർച്ചയായും നല്ലൊരു ഔട്ട്പുട്ട് തിയേറ്ററിൽ തരും. നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. 2 ദിവസത്തിനുള്ളിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് സഹകരിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ജോജിന്റെ ഈ
ഈ ഏറ്റവും അധികം സ്ക്രീനുകളിൽ എത്തുന്ന ചിത്രവും ഈ സിനിമ ആയിരിക്കും എന്ന് ഇവിടെ അറിയിക്കുന്നു. ഏറ്റവും അധികം സ്ക്രീനുകളിൽ, അതായത് കേരളത്തിൽ മാത്രം 220-ലധികം സ്ക്രീൻസ് ഉണ്ട്. ഓൾ ഇന്ത്യ 402 സ്ക്രീൻസാണ് ഇന്ത്യയിൽ മാത്രം ഉള്ളത്. ഓവർസീസിലൂടെ നമ്മൾ 600-ന് മുകളിൽ സ്ക്രീനിലാണ് ഈ ചിത്രം ഈ 16-ാം തീയതി തിയേറ്ററിൽ എത്തുന്നത്. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് ഇതിനുവേണ്ടി അറിയിക്കുന്നു. ശ്രീ ഗോകുലം മൂവീസ് വളരെ ഒരു മികച്ച വിതരണ ശൃംഖല തന്നെയാണ് ചിത്രത്തിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ല ഡിസ്ട്രിബ്യൂട്ടർ പാർട്ട്നേഴ്സിനെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിലെത്തി തന്നെ ചിത്രം കാണുന്നത് ഇവിടെ. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ സുജിത് സാർ പറഞ്ഞ പോലെ വരവെന്ന ഈ ഷാജി കൈലാസ് ജോജോ ജോർജ് സിനിമ ജൂലൈ 16-ാം തീയതി റിലീസ് ചെയ്യാണ്. അപ്പൊ ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എല്ലാവരും ചിത്രം കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾ ഇവിടെ നൽകിയ അതേ സപ്പോർട്ട് തിയേറ്ററിലും നൽകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഒഫീഷ്യൽ ഇവന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഇത്ര നല്ല രീതിയിൽ നടത്താൻ സാധിച്ചത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും കൊണ്ടാണ്. So once again on behalf of the team Varava, I would like to thank all of you for your presence and participation today. A big thank you to our guest Joshi sir, A.K. Sajan sir, B. Unnikrishnan sir, ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്.